ഹായ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫോൺ ഉപയോഗിക്കുന്നത്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന്? ഇഫ് യു തിങ്ക് സോ, യു ആർ റോങ്. Internet, social media has such an influence in people, especially children. By children, I mean everyone below 18. Children are getting much more exposure to other people's life than before through this internet. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാരുടെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ള ആൾക്കാരുടെയും ലൈഫ് കാണാൻ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കഴിയുന്നുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളാണ്. എസ്പെഷ്യലി അഡോളസെൻറ്റ്, ടീനേജ് ഏജിലുള്ള ആൾക്കാർ ഒരുപാട് അവരുടെ ലൈഫിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ഡെവലപ്മെൻറ്റൽ ഷിഫ്റ്റിലൂടെയും കടന്നു പോകുന്നവരാണ്. ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി, സെക്ഷലി പലതരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ ഇത്തരത്തിലുള്ള എക്സ്പോഷറുകൾ അവർക്ക് കിട്ടുമ്പോൾ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിൽ, അവരൊരിക്കലും ജീവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ലൈഫ് അവർക്കൊരു എക്സ്പോഷർ കിട്ടുമ്പോൾ ദേ സ്റ്റാർട്ട് ടു ഇമിറ്റേറ്റ് ദം. ആൻഡ് ഹിയർ ദ പ്രോബ്ലം ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളത്. ദിസ് ഈസ് ഫോർ പാരൻസ് ഇൻഫർമേഷൻ. ഈ കാലത്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ആണ് എല്ലാം എവറിത്തിങ്. ആൻഡ് എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റ്. കോമഡി ആയിട്ടുള്ള ഒരു കണ്ടന്റ് മുതൽ റിലേഷൻഷിപ്പ് കണ്ടന്റ്, വയലന്റ് കണ്ടന്റ് മുതൽ സെക്സ് വീഡിയോസ് വരെ നമുക്ക് ഇന്റർനെറ്റിലൂടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് കുട്ടികൾ ഇത് കാണുമ്പോൾ ദേ ആർ ആക്ച്വലി ലേണിംഗ് ഫ്രം ഇറ്റ്. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവർ പഠിക്കുന്നത്, ഫാമിലിനെ പറ്റി പഠിക്കുന്നത്, സെൽഫിനെ പറ്റി പഠിക്കുന്നത്, സൊസൈറ്റിനെ പറ്റിയിട്ട്, ജെൻഡറിനെ പറ്റിയിട്ട്, ഓപ്പോസിറ്റ് സെക്സിനെ പറ്റിയിട്ട്, സെക്സ് ലൈഫിനെ പറ്റിയിട്ട്, സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഇവർ ഇന്റർനെറ്റിലൂടെ പഠിക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. വലിയ വലിയ അക്രമങ്ങളൊക്കെ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നുള്ള തരത്തിലാണ് കുട്ടികൾ പഠിച്ചു വരുന്നത്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാറ്. ഫോൺ കയ്യിൽ വരെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാറ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടൈം ലിമിറ്റ് വെച്ചിട്ടായിരിക്കണം ഫോൺ കൊടുക്കേണ്ടത്. ഇനി അവർ ഫോൺ ഉപയോഗിക്കുമ്പം അവരതിൽ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്, ഇന്റർനെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ആപ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റഗ്രാമിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, യൂട്യൂബിൽ എന്തൊക്കെയാണ് അവർ കാണുന്നത് എന്നുള്ള ഒരു ഐഡിയ ആസ് എ പാരന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കൂടി വരുന്ന, ഫോൺ കൊണ്ടും ഇന്റർനെറ്റ് കൊണ്ടും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്ന ഈ കാലത്ത് നിങ്ങളുടെ മക്കൾ ആ ഫോണിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ, അവർ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു ഐഡിയ ഇല്ലെങ്കിൽ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ അവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണം നിങ്ങൾ വെച്ചില്ലെങ്കിൽ, യു ഫെയിൽഡ് ആസ് എ പാരന്റ് ആൻഡ് യു ആർ ആക്ച്വലി ഡിസ്ട്രോയിങ് ദം. സോ ബി കെയർഫുൾ ആൻഡ് ബി അവെയർ.